ഞാൻ തസ്നിം അസീസ്. ഇന്ന് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഫ്രണ്ടാണ് ജമീല. ജമീല എനിക്ക് മന്തി ജമീല നല്ല സ്റ്റൈലായിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അത് ആണ് കളിക്കാൻ പോണേ. സാധാരണ മന്തി മസാലയൊക്കെ വാങ്ങിയിട്ടുണ്ടാക്കില്ലേ, അങ്ങനെയല്ലാതെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് മന്തി മസാല, അറബിക് മസാല ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അല്ലേ? റെഡിയല്ലേ? ഓക്കെ. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഒരു മസാല. ഇത് അരക്കപ്പ് മല്ലി, പച്ചമല്ലി. അത് വെയിലത്ത് ചൂടാക്കുക അല്ലെങ്കിൽ മൈക്രോവേവിൽ ചൂടാക്കുകയൊക്കെ ചെയ്താൽ മതി. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാകും, ഒന്നിങ്ങനെ അമർത്തിയാൽ ഒന്ന് കൂട്ടണ പോലെ. ഇത് ഗരം മസാല, ചെറിയ ജീരകം, കുരുമുളക്, ഏലക്ക, ഗ്രാമ്പൂ, പട്ട, ഇത്രയും സാധനങ്ങളാണ് ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ നോക്കിയപ്പോൾ 2 ടേബിൾ സ്പൂണാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം കൂടെ ചേർത്തു. നല്ലൊരു നൈസാവുണ്ടാകുന്ന മാത്രം. ഇപ്പോൾ ഇതാ ഇതുപോലെ പൊടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. തരിതരിപ്പായിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പം ഇനി എങ്ങനെയാണ് ചെയ്യുന്നത്? അത് ഈ പോട്ട് വെച്ചിട്ടാണ്. അതെ അതെ, ഇതിക്കെല്ലാം നമ്മൾ മസാല കൂട്ടുള്ള സാധനങ്ങളായിരിക്കും. ഓക്കെ ഓക്കെ. ഇത് മാഗി ക്യൂബ്. മാഗി ക്യൂബ്, ചിക്കൻ മസാല ക്യൂബ് അല്ലേ? ഓക്കെ. 2 ക്യൂബ് മാഗി ക്യൂബ് ഇട്ടു, 2 എണ്ണം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു. ഓക്കെ. കുറച്ച് കളർ നമ്മൾ ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർക്കാം. ഓക്കെ. ഇതിപ്പോൾ പിന്നെ ഓപ്ഷനിലാണ്. പിന്നെ പെർമിറ്റഡ് ഫുഡ് കളർ യൂസ് ചെയ്യുക. റെഡ് കളറാണ്. ഉപ്പ് നമ്മളിപ്പോൾ ഒരു ചിക്കനെല്ലാം എടുത്തേ അതിനുള്ള ഉപ്പ് കേട്ടോ. ഓക്കെ. കുറവുണ്ടെങ്കിൽ നമ്മൾ മസാലയിൽ ചേർക്കുമല്ലോ. അതെ. പിന്നെ മാജിക് ക്യൂബ് ഉപ്പുണ്ട്. അത് ഉപ്പുണ്ട്. ഇനി കുറച്ച് എണ്ണ ഒഴിക്കാം കേട്ടോ. ഇനി നല്ലോണം മിക്സ് ചെയ്യാം. ഓയിലാണ് മിക്സ് ചെയ്യുന്നത്. ക്യൂബ്, കളറ്, കുരുമുളക് പൊടി. ഇത് നമ്മൾ നല്ലോണം കഴുകി വെള്ളം വാരാനൊക്കെ വെച്ച ചിക്കനാണ്. എന്നിട്ട് ഇതിന് നമ്മളിങ്ങനെ വരഞ്ഞിട്ടുണ്ട്. ഇത് നല്ല മസാല പിടിക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ. ഇത് നന്നായിട്ട്. അപ്പോൾ ഇത് ഇനി വേറെ മസാല, അപ്പോൾ നമ്മൾ പൊടിച്ച മസാല ഒന്നും ആയിട്ടില്ല. അതൊക്കെ നമുക്ക് കുറച്ച് ഫ്രൈ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ആക്കി. ഇനി ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അത്രേ ഷാലോ ഫ്രൈ ചെയ്യാം. ഓക്കെ. വെള്ളം നല്ല തിളച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് ഗരം മസാല, ബേ ലീവ്സ്, പിന്നെ സിന്നമൺ, അതെല്ലാം ചേർത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ കുതിർത്ത് വെച്ച ഒരു ബസ്മതി റൈസ്. നമുക്ക് കുറച്ച് ഒരു ഉണങ്ങിയ നാരങ്ങ, പിന്നെ ഒരു ക്യാപ്സിക്കൻ്റെ പകുതി ഇട്ടോ. അത് അതിൻ്റെ ഒരു മണം ഇതിൽ റൈസിന് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. കണ്ടോ, നല്ല ആയിട്ടുണ്ട് കേട്ടോ, വെന്തിട്ടുണ്ട്. ഇത് നമുക്കിനി അരിച്ചെടുക്കാം. ഇത് കണ്ടോ, ഇങ്ങനെ ഇടയ്ക്ക് വന്നിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണ്ടായിരുന്നു, ഇടയ്ക്ക് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായാലും ഇതൊരു കണ്ടോ ഇങ്ങനെ ഒരു മൊരിഞ്ഞ പോലെ ഇങ്ങനെ. എന്നാൽ അത് ഫുള്ളായിട്ട് കുക്കായിട്ടില്ല, ഒരു ഓൾമോസ്റ്റ് ഒരു കുക്കായ പോലെയാണുള്ളത് അല്ലേ? ഇത് ഒരു ഫുൾ ചിക്കന് 5 പീസായിട്ട് കട്ട് ചെയ്ത് വാങ്ങിയതാണേ. ഇനി ഇതേ ഓയിലാണ് ബാക്കിയുള്ള മസാല ചെയ്യുന്നത്. ഓക്കെ. 2 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റ്, ജിഞ്ചർ 1 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഒരു ടേബിൾ സ്പൂൺ നിറയാണ്. ഒന്ന് ചുമക്കണം, മൂത്തിട്ട് ഇത് നന്നായിട്ട് ആവണം. ശരിക്കും നമ്മുടെ ഇന്ത്യൻ കുക്കിങ്ങിലാണ് ശരിക്കും ജിഞ്ചർ ഗാർലിക് ആദ്യം ചേർക്കാറ്. ബാക്കി എല്ലാ കുക്കിങ്ങിലും, ഇപ്പോൾ ചൈനീസ് ആണെങ്കിലൊക്കെ ആദ്യം ജിഞ്ചർ ഗാർലിക്. ശരിക്കും ബിരിയാണിക്കും നമ്മൾ തന്നെയാണ് ആദ്യം ചേർക്കുന്നത്. എന്നാൽ ആ ഫ്ലേവർ. അതെ. ഇത് നല്ലോണം മൂത്തിട്ടാണ് നമ്മൾ വെല്ലുള്ളിയൊക്കെ ചേർക്കുന്നത്. ഇപ്പം ഇതൊന്ന് നന്നായിട്ടാവണം അല്ലേ? നന്നായിട്ടായതിന് ശേഷം ഇതിപ്പോൾ ഇങ്ങനെ ഒരു ക്രഞ്ചിയായ പോലെ, ഒരു ക്രിസ്പായ പോലെ ഉണ്ട്. ഓൾമോസ്റ്റ് നന്നായിട്ടായിട്ടുണ്ട്. അത് 2 സവാള അല്ലേ? 2 സവാള ക്രഷ് ചെയ്തതാണ്. ഇത് നന്നായിട്ടായിട്ടാണ് അടുത്ത. അതെ, ഇത് വെല്ലുള്ളി നല്ലോണം നോക്കട്ടെ. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ആവണം, നല്ല വഴന്ന് വരണം. അടുത്ത കാലത്തൊന്നും നമ്മളിങ്ങനെ ഒന്നിച്ചൊന്ന് കുക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതിനെ കുക്ക് ചെയ്യണ തന്നെ ആദ്യമായിട്ടല്ലേ അല്ലേ? പിന്നെ കോളേജിലൊക്കെ ഒന്നിച്ചാൽ പോയിരുന്നേ, സ്കൂളിൽ കോളേജിലൊക്കെ ഒന്നിച്ച്. രസമാണ്. രാവിലെ 8:30 ആകുമ്പോഴത്തേക്ക് ഓടി ബസ് കിട്ടി, പിന്നെ പെരുന്തമണ്ണെത്തി, അവിടുന്ന് നടന്ന്. അതെ, നമ്മൾ ആ സ്റ്റാർട്ട് ചെയ്ത സമയമല്ലേ നമ്മൾ കോളേജ് ആ ഭാഗത്തേക്ക്. അന്ന് ബസ് കുറവായിരുന്നല്ലോ. എത്ര ദിവസം നമ്മൾ നടന്നിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ നടക്കുന്നതായിട്ട് പെരുന്തമണ്ണെന്ന് പതാക്കര വരെ നടന്നത്. അതല്ല വലിയ രാഷ്ട്രീയക്കാരൊക്കെയാണ് കേട്ടോ, വലിയ പാർട്ടി പ്രവർത്തകയൊക്കെ ആയിരുന്നു കേട്ടോ.
അപ്പോൾ അങ്ങനത്തെയിലൊന്നും ഉണ്ടാവില്ല, പക്ഷേ ചില കളികൾക്ക് മുന്നിൽ ഓളാക്കിട്ടുണ്ടാവും. ഞാനൊരു രാഷ്ട്രീയത്തിലേക്കൊന്നും പോയിട്ടില്ലായിരുന്നു. ഇതായ ഇല്ല, അവിടെ ഇതൊന്ന് ഇത്തിരി കൂടി ആവട്ടെ. ഇനി നമുക്ക് ഫസ്റ്റ് ക്യാപ്സിക്കം. ക്യാപ്സിക്കം എത്രയാണ്? 1 ഒരു ഫുൾ ക്യാപ്സിക്കം. മസാലപ്പൊടി ചേർക്കണം. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മസാലയാണ് അല്ലേ? അതെ. എത്രയാണത്? നോക്കട്ടെ, നമ്മൾ ചിക്കൻ അനുസരിച്ച് എത്ര മസാല ഇടുന്നത് വെച്ചാൽ നമ്മൾ എത്ര ചിക്കനാണോ എടുത്തത് അതിനനുസരിച്ചാണ് ഇടുന്നത്. അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ ഇട്ടു. 3. ഇതിൽ അധികം മല്ലിയല്ലേ കൂടുതൽ, അപ്പോൾ ആ മല്ലി ഇതിൽ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം മസാല ഇട്ടത്. 5 ടീസ്പൂൺ, ഓൾമോസ്റ്റ് 5 ടീസ്പൂണാണ് ചേർത്തത്. എരിവാണെങ്കിൽ കുറച്ചും കൂടെ കുരുമുളക് പൊടി നമുക്ക് 1 സ്പൂൺ കൂടെ ചേർക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഈ ചിക്കൻ ക്യൂബാണ് ഇതിൻ്റെ ഏറ്റവും ഫ്ലേവർ എന്നാ തോന്നണേ അല്ലേ? അതെ. നേരത്തെ നമ്മൾ 2 ചേർത്താല്ലേ. നമ്മളിപ്പോൾ ടോട്ടൽ 3 ക്യൂബ് ചേർത്തു അല്ലേ? ആ മസാലപ്പൊടിയൊക്കെ എണ്ണയിലൊന്നും ആയി കഴിഞ്ഞാൽ നമുക്ക് തക്കാളി, മറ്റേ തക്കാളിത്തെ വെള്ളം ഇങ്ങനെ വരുമ്പോഴാണ് മസാല മൂക്ക. ഓക്കെ. അതെ, ഒരു ചെറിയ തക്കാളി ചെറുതാക്കിയായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാം ചേർത്തു അല്ലേ? ഉപ്പ് ചേർക്കാനുണ്ട്, ചിക്കനിൽ ചേർത്തിട്ടുണ്ട്. മാഗി ക്യൂബ് ഉപ്പുണ്ട്, പിന്നെ ചിക്കനിൽ ഓൾറെഡി ഉണ്ട്. അത് നോക്കിയിട്ട് മസാല നോക്കിയിട്ട് ചേർക്കാം. കുറച്ച് ഉപ്പ് നോക്കിയിട്ട് ചേർക്കാം. ഓയിൽ കുറവുണ്ടെങ്കിൽ ഇത്തിരി കൂടി ഓയിൽ ചേർക്കണം ശരിക്കും. ഇപ്പം ചേർക്കണം? ഇല്ല, കുറവല്ല, നമ്മളിലുണ്ട്. ഓയിൽ നോക്കിയിട്ട് ഈ സമയത്ത് ചേർക്കാം. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലാണല്ലോ, അപ്പോൾ ആ ഓയിൽ കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർക്കാം. ഓക്കെ. മന്തി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വലിയ പീസാണ് ഇതിൻ്റെ ഭംഗി. അതെ, അതുകൊണ്ടാണ്. പിന്നെ ശരിക്കും അറബിക്ക് മന്തി പറയുമ്പോൾ തൊലിയോട് കൂടിയാണ് അല്ലേ? നമ്മൾ തൊലിയൊന്നുമില്ല കേട്ടോ, കളഞ്ഞിട്ടാണല്ലോ നമ്മൾ തൊലിയെല്ലാം കളഞ്ഞിട്ടാണ്. ശരിക്കും ആ തൊലിയോട് കൂടി വരുമ്പോൾ അതിൻ്റെ ആ ഒരു ഫാറ്റിലൊക്കെ ഇങ്ങനെ കിടന്നിട്ടാവുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു അല്ലേ മസാലയിലൊക്കെ ഒന്ന് നമ്മൾ മിക്സ് ചെയ്തു അടച്ചു വെക്കണം. ഇപ്പോൾ നമ്മൾ മൂടി വെച്ചു. നമുക്ക് ഇനി ഇത് ഒരു എന്താ പറയുക ആ മസാലയിലും ഒക്കെ കിടന്നിട്ട് അതൊന്നും കൂടെ ഒന്ന് കുക്കാവാണ്ട്. ഓൾറെഡി അതൊരു 3/4 ഭാഗം കുക്കായതാണ്. ഇനി ആ ബാക്കി മസാലയും കൂടെ അതിലേക്കൊന്ന് കയറട്ടെ. അപ്പോൾ നമ്മളിത് തീ കുറച്ച് വെച്ചതായിരുന്നു, അപ്പോൾ നമ്മളതൊന്ന് തുറന്ന് നോക്കുക. അപ്പോൾ ചിക്കൻ അത്യാവശ്യം കുക്കായിട്ടുണ്ട്. ഏകദേശം ചിക്കൻ കുക്കായിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് എന്താ ചേർക്കാനുള്ളത്? ഇനി ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ്. ഓക്കെ. ലൈം ജ്യൂസ് ഒരു ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ് അല്ലേ? ഓക്കെ. പിന്നെ കുറച്ച് മല്ലിയില. മല്ലിയില യൂഷ്വലി അറബിക് ഡിഷുകളിൽ മല്ലിയില കുറവാണല്ലോ അല്ലേ? ഇത് മന്തിയിൽ നമ്മൾ പുതിന ചേർക്കും ചിലവർ, അപ്പോൾ അത് ബിരിയാണീൻ്റെ ആ ടേസ്റ്റൊക്കെ പോകും. മല്ലിയില മാത്രമേ നമുക്ക് ചേർക്കാൻ പറ്റുള്ളൂ. അത് ഇത്തിരി കുറച്ച് മതി ഭംഗിക്ക്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇപ്പോൾ മസാലക്കായും അങ്ങനെ പിടിച്ച് ഇപ്പോൾ നമ്മൾ മസാലയിൽ ചേർക്കേണ്ടതൊക്കെ ചേർത്ത് കഴിഞ്ഞു അല്ലേ? ഉപ്പൊക്കെ വേണമെങ്കിൽ ഈ സമയത്ത് നോക്കാം. എരിവ് അധികം ഉണ്ടാവില്ല ഇതിൽ. എരിവ് വേണമെന്നുള്ളവർ കുരുമുളക് കുറച്ചും കൂടെ ഒക്കെ ആഡ് ചെയ്യാം. ഓക്കെ. മസാലയൊക്കെ ഞാൻ പിടിച്ച് വരണം അല്ലേ? ഇപ്പോഴും നമ്മൾ തീ കുറച്ചാണ് വെച്ചിട്ടുള്ളത്. ഇനി ഒന്നുകൂടെ അടച്ചു വയ്ക്കാം. അപ്പോൾ ഇനി നമ്മൾ അടച്ചു വെച്ചു. അതൊന്ന് ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആ ലൈനിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ഒന്നും അതിലേക്ക് അത്രയ്ക്കേ ഉള്ളൂ. ഇനി കാര്യമായിട്ടൊന്നും ഓൾമോസ്റ്റ് ഒക്കെ ആയിട്ടുണ്ട്. റൈസ് കുക്കായാൽ നമുക്കത് മിക്സ് ചെയ്യാം അല്ലേ? ഓക്കെ, വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ചിക്കൻ കുക്കായിട്ടുണ്ട്, റൈസ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് റൈസ് ഇടുകയാണ് ചെയ്യണം അല്ലേ? ദം ചെയ്യണ പോലെ തന്നെ. ഓക്കെ. റൈസൊക്കെ അങ്ങനെ ഒന്ന് തൊടാതെ ഉണ്ട്. ഇനി നമ്മൾ ഇതിൽ കളർ ചേർക്കണം. യെല്ലോ കളർ. മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. ഇത് ലെമൺ ജ്യൂസിലാണ് കലക്കുന്നത്. നമ്മൾ ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർക്കണം. ഇനി അടുത്ത് റെഡ് കളർ. ലൈം ജ്യൂസിൽ റെഡ് കളർ. മല്ലിയില. ഇനി കുറച്ച് ഓയിൽ ചേർക്കാം, സൺഫ്ലവർ ഓയിൽ. ഇതിൽ ശരിക്കും ഫുൾ സൺഫ്ലവർ. അതെ. ഗീ വരുന്നില്ല. നല്ലോണം എരിവാണെന്നുണ്ടെങ്കിൽ ഇത്തിരി കുരുമുളക് പൊടി ഈ സമയത്ത് ചേർക്കാം കേട്ടോ. ഓക്കെ. ഇനി ആദ്യം നമ്മൾ ചെയ്ത് വെച്ചാൽ മസാലപ്പൊടി ഇല്ലല്ലോ, അതും കൂടി ജസ്റ്റ് ഒന്ന് നമ്മൾ ബിരിയാണി ദം ചെയ്യുമ്പോൾ ഗരം മസാല ഇടുന്ന പോലെ അടുത്ത ലെയറും കൂടി ഇടാം. അടുത്ത ലെയർ ഇടുകയാണ് അല്ലേ? മൊത്തത്തിൽ നമുക്ക് ഇതിലേക്ക് ഇടാം. ഓക്കെ.
ഇതിപ്പോൾ നമ്മൾ 1 കിലോ റൈസ് കുക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? ഒരു ചിക്കൻ, ഒരു ഫുൾ ചിക്കൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ വേണമെങ്കിൽ കൂട്ടാം അല്ലേ? കൂട്ട് അവർക്കൊക്കെ ചെയ്യാം. ഇനി വീണ്ടും അതേപോലെ തന്നെ നമ്മൾ 2 കളർ വെച്ചു. ഇനി ഓയിൽ ചേർക്കാം. ഫസ്റ്റ് ലെയറിൽ അങ്ങനെ വല്ലാണ്ട് ഓയിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അടിയിൽ നമ്മൾ മസാലത്തെ ഓയിൽ ഉണ്ടാവുമല്ലോ, നേരെയാണ് കുറച്ചും കൂടെ ഓയിൽ ചേർക്കേണ്ടത്. ഇനി നമ്മൾ കണൽ, ഇതിപ്പോൾ കനലാണേ. അത് നടുവിൽ ഇങ്ങനെ മതി മതി മതി. അപ്പോൾ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ വയ്ക്കും. ഞാൻ പെട്ടെന്ന് അടച്ചേക്കും. രണ്ട് പച്ചമുളക് വെച്ചിരിക്കുന്നത്, അത് അതിൻ്റെ ഒരു മണം വരാൻ വേണ്ടി. പച്ചമുളക് എന്നിട്ട് നല്ല ഇപ്പം നമ്മളെന്താ ചെയ്തതെന്ന് വെച്ചാൽ കനലിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു, പിന്നെ 2 പച്ചമുളക് വെച്ചു. ആ എന്താ പറയുക, ആ പുകയും അത് നല്ലൊരു സ്മോക്ക് വരുന്നുണ്ട്. ആ സ്മോക്കിൽ ആ പച്ചമുളകും ഒക്കെ കൂടെ അങ്ങനെ നല്ലൊരു ഫ്ലേവറായിട്ട് വരും. അപ്പോൾ നമ്മളിപ്പോൾ ദം ചെയ്യാണ് കേട്ടോ, ബിരിയാണി ദം ചെയ്യണ പോലെ. ഇപ്പോൾ സിമ്പിളാണുള്ളത്. കുറച്ച് സമയം സിമ്പിൾ കിടന്നിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കനലിൻ്റെ ഒക്കെ പോകുന്നതാണ് അതിൻ്റെ ഒരു സമയം അല്ലേ? നല്ലൊരു സ്മോക്കി ഫ്ലേവർ വരുന്നുണ്ടേ. നമുക്ക് ഇതെടുത്ത് മാറ്റാം അല്ലേ? ഇതെടുത്തു. നല്ലോണം മിക്സ് ചെയ്യണം. ഇത് നന്നായിട്ട് വേണമെങ്കിൽ നമുക്ക് നല്ല വൈറ്റ് റൈസ് നമുക്ക് സെർവ് ചെയ്യുമ്പോഴൊക്കെ ഭംഗിക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് റൈസ് എടുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ചിക്കനൊക്കെ എടുത്ത് മാറ്റിയിട്ട് ആ മസാലയിൽ ചോറൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യണം അല്ലേ? ഓക്കെ. മുളകൊക്കെ കുക്കായിട്ടുണ്ട്. ആ പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവർ വരും, നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് കോരി മാറ്റാം അല്ലേ? നല്ലോണം മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. വേണമെങ്കിൽ റൈസ് കുറച്ച് കോരി വയ്ക്കാം, എന്നിട്ട് ചെയ്യാം. ഓക്കെ. ഇത് നന്നായിട്ട് കുറച്ച് റൈസ് നമ്മൾ കോരി എടുത്തിട്ടുണ്ട്. ഇനി ഈ മസാലയൊക്കെ ചോറിൽ നന്നായിട്ട് ആവാൻ വേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഓക്കെ. അപ്പോൾ ഈ ഫ്ലേവറെല്ലാം, ഈ മസാലയുടെ ഫ്ലേവറെല്ലാം ചിക്കൻ്റെ ഇതെല്ലാം ഇതിലേക്ക് റൈസിലേക്ക് വന്നു. ഇനി സേവ് ചെയ്തിട്ട് നമുക്ക് എല്ലാവർക്കും കഴിക്കാം. ഇതിപ്പോൾ ചിക്കനെ ഇതിന് 2 പീസ് എടുത്ത് കുറച്ച് കാശ്മീരി ചില്ലി കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് പാനിലിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ. അപ്പോൾ നമ്മളൊരു ഷവായ ചിക്കൻ്റെ ഒരു ഫ്ലേവറും ടേസ്റ്റും കാണാനൊരു ഭംഗിയാണ്. പിന്നെ എല്ലാവർക്കും ഒരു ഫ്രൈഡ് ചിക്കൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഇഷ്ടമാണല്ലോ. അപ്പോൾ മന്തി റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ജമീലേൻ്റെ മന്തിയൊക്കെ കഴിക്കാൻ പോവാണ്. കഴിച്ചു നോക്കട്ടെ. സൂപ്പർ, അടിപൊളി. പിന്നെ പൊളിച്ച് അടിപൊളി, സൂപ്പർ. ഞാൻ ട്രൈ ചെയ്തോട്ടാ, നല്ല റെസിപ്പി. ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് അല്ലേ? ടേസ്റ്റ് അല്ലേ? തക്കാളി. പക്ഷേ റൈസ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ മിക്സ് ചെയ്തപ്പോഴേ നല്ല എല്ലാ ഫ്ലേവറും ഇതിലുണ്ട്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വിടുന്നത്. ഇതെൻ്റെ ഓൺലൈൻ കുക്കറി ക്ലാസ്സിൻ്റെ ആഡാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. എല്ലാ ടൈപ്സ് ഓഫ് ക്ലാസ്സസും നടക്കുന്നുണ്ട്. വീഡിയോ ഇൻ്ററാക്റ്റീവ് ക്ലാസ്സാണ്.